ഇപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒതുക്കി വയ്ക്കുന്ന വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ എടുത്ത് പുറത്തിടാറുണ്ട്. അതുവഴിയാണ് നമുക്ക് ഒരുപാട് വസ്തുതകൾ ഇതിൽ നിന്നും കിട്ടുന്നത്. മിനിമോള് SM ഹായ്, ഗുഡ് ഈവനിങ്. ജോസ് ചാണ്ടി അല്ലേ? എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞ് നമുക്കങ്ങ് തുടങ്ങാം. അപ്പോ ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവർ പറയുന്നത്, ഇപ്പോൾ അംബാനിയുടെ വീട് വരെ വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് പറയുകയും ഈ സ്വതന്ത്ര ഭാരതം മുഴുവനും വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറയുകയും ചെയ്ത് ആളുകൾ രംഗത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ ഇനി എന്താണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതോ ഇതെല്ലാം വഖഫ് ബോർഡിൻ്റെതാണോ? വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് വഖഫ് ബോർഡിന് അവകാശപ്പെടാൻ ഒരു തെളിവും ആവശ്യമില്ല, ഒരു തെളിവും വേണ്ട. കൃത്യമായി അവർക്ക് പറയാം. പിന്നെ ഇത് വഖഫ് ബോർഡിൻ്റെതല്ല, ഇത് എൻ്റേതാണ് എന്ന് തെളിയിക്കാനും വഖഫ് ബോർഡിൻ്റെതല്ല എന്ന് തെളിയിക്കാനും ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് തെളിയിക്കാനും ഞാൻ ഓടി നടന്നോണം? ഒന്നുമില്ല. ഇവിടെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും സ്ഥാവര ജംഗമങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവരെ ഒന്നുമല്ലാതാക്കി മാറ്റണം. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, അജ്നാസ് പ്രൂഫൊന്നും വേണ്ട, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെതാക്കി മാറ്റാൻ കുറച്ചു പണിയല്ലേ? അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും ഇവരങ്ങ് പരിശ്രമിച്ചു തുടങ്ങുവാണ്. ബയോളജിക്കലിയും ശ്രമിക്കുന്നു, അതല്ലാതെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കിയും ശ്രമിക്കുന്നു. എല്ലാ രൂപത്തിലും ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ നമുക്കറിയാം, നിലവിലുള്ള വഖഫ് ബോർഡിന്റെ നിയമം, എന്തിനാണ് ഒരു വഖഫ് ബോർഡ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, ഒരു നിയമ സംവിധാനമുണ്ട്. അതുക്കും മേലെ ഒരു മതനിയമം കൊണ്ടുവരാനുള്ള ശ്രമം. അതായത് UDF സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും നൽകി. അത് അൺലിമിറ്റഡുമാണ്. ഏവന്റെ ഭൂമി വേണമെങ്കിലും ഇത് എന്റേതാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കാം. വഖഫ് ബോർഡിന്റെ നിയമ ഭേദഗതി എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം? എന്തിനാണ്? പഴയ നിയമം എന്തായിരുന്നു? ഇതൊക്കെ ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ തീർച്ചയായിട്ടും ബാധ്യതപ്പെട്ട ഒരു സർക്കാർ ഇവിടെയുണ്ട്. ആദ്യം തന്നെ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടു. അത് പിൻവലിച്ച് വീണ്ടും നിയമ ഭേദഗതി കൊണ്ടുവരും എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. അതിനെ മുസ്ലിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇതെന്തിനാണ്? ഒരു മതവിഭാഗത്തിനു വേണ്ടി മാത്രം ഇത്തരം നിയമങ്ങൾ, ഒരു മതവിഭാഗത്തിനു മാത്രം നിർലോഭം അവരാഗ്രഹിക്കുന്ന, അവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള എല്ലാ നിയമങ്ങളും അവർക്ക് നൽകി വരുവാണ്. അതിനെയാണ് നമ്മൾ ഇവിടെ എതിർക്കുന്നത്. ഇത് ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പൗരനും അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിനു മാത്രമായി പ്രത്യേകമായിട്ട് അവർക്കൊരു നിയമം നൽകുക എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും? തന്നെയുമല്ല, ഈ ജനാധിപത്യമല്ലേ വിജയിക്കേണ്ടത് ഈ രാജ്യത്ത്? ഇപ്പോ ഒരു മതവിഭാഗം മാത്രം അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ, സംവരണമാണെങ്കിലും ഗ്രാന്റുകളാണെങ്കിലും എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
വേറെ ഒരു മതവിഭാഗത്തിനും ഒരു ആനുകൂല്യങ്ങളുമില്ല. സംവരണങ്ങളാണെങ്കിലും ശരി അവർക്ക് മാത്രം ലഭിക്കുന്നു. സാക്കിർ നായിക് പറഞ്ഞത് 27 നിലകളുള്ള മുകേഷ് അംബാനിയുടെ വീട് വഖഫ് സ്വത്തായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു. മോനെ, മറ്റേ ഫോണിൽ എടുത്തോളെ. ഇപ്പൊ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഏതാണ്ട് ബോധം വെച്ചു. അവര് മനസ്സിലാക്കുന്നു, ഇനിയെങ്കിലും ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമുണ്ടാകും. അതിനെ പിന്നീട് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. ഡൽഹിയിലെ 6 ക്ഷേത്രങ്ങളാണ് വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് പറഞ്ഞവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി ഈ രാജ്യത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ വീതം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. ഒരു തെളിവും വേണ്ട, ഇവർക്ക് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി. ഇതിനൊരു അടിസ്ഥാനവും വേണ്ട. ദാ ഞാൻ പറയുന്നത് വെറുതെയാണോ അല്ലേ എന്ന് കേട്ടോ. ക്രിസ്ത്യാനികൾക്ക് ബോധം വെച്ചത് കൊണ്ട് തന്നെ അവർ ആ വിഷയത്തിൽ നല്ല രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ദീപികയിൽ 2 ആർട്ടിക്കിള് വഖഫ് ബോർഡിനെ സംബന്ധിച്ച് എഴുതിയിരുന്നു. ഒന്നാമത്തെ ആർട്ടിക്കിള് അത് വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചായിരുന്നു. അതിൽ വഖഫ് നിയമം എങ്ങനെ വന്നു, അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചരിത്രം പറഞ്ഞെടുത്ത് ഞാൻ അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു മുസ്ലിം ചക്രവർത്തി, രാജാവ് വഖഫായി, ആദ്യമായി വഖഫായി ഒരു സ്ഥലം കൊടുത്തത് ഒരു മുസ്ലിം രാജാവാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. അത് ചരിത്രപരമായിട്ട് ശരി തന്നെയാണ്. പക്ഷെ വിഷയം പിന്നീട് വഖഫിന് തീർച്ചയായും വ്യക്തികൾ കൊടുത്തിട്ടുണ്ട്, വഖഫായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ശരി തന്നെയാണ്. ഇവിടുത്തെ വിഷയം ആ ചരിത്രവും ഇപ്പോൾ നടക്കുന്ന രീതികളും എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ വഖഫ് നിയമം ഉപയോഗിച്ചുകൊണ്ട് വളരെ നിയമപരമായി തന്നെ മറ്റുള്ളവരുടെ താമസിക്കാനുള്ള അവകാശം, അവരുടെ വീടിനുള്ള അവകാശം, അവരുടെ സ്ഥലത്തിനുള്ള അവകാശം, ഇതൊക്കെ കവർന്നെടുക്കുന്ന രീതിയിലേക്ക് മാറി. അതാണ് വിഷയം. അതിന് ലെജിസ്ലേഷൻ തന്നെ വഴിയൊരുക്കി. അതാണ് വിഷയം. ഇപ്പോൾ റിയൽ ഇഷ്യൂവിലേക്ക് വരിക, അതാരായാലും, അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച അദ്ദേഹമോ മറ്റാരെങ്കിലും ആയാലും, റിയൽ ഇഷ്യൂസ് നമുക്ക് ചർച്ച ചെയ്യാം. കബീർ അദ്ദേഹം മാധ്യമത്തിൽ ഇന്നലെ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനയുടെ അടിസ്ഥാനം അത് എന്താണ്, പരമാധികാര റിപ്പബ്ലിക്, മതേതര പരമാധികാര റിപ്പബ്ലിക്കാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മതേതരത്വം. മതരാഷ്ട്രം, ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. മതരാഷ്ട്രം ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പേര് പാകിസ്ഥാൻ എന്നാണ്. അപ്പോൾ ഇന്ത്യ വിഭജിച്ച 2 മതരാഷ്ട്രങ്ങൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഒന്ന് പാകിസ്ഥാൻ, മറ്റൊന്ന് ബംഗ്ലാദേശ്. അത് പാകിസ്ഥാനിൽ ശരിയത്ത് നിയമമാണ് ഉള്ളത്. പക്ഷെ ഇന്ത്യയിൽ ശരിയത്ത് നിയമം എല്ലാവർക്കും ബാധിക്കും. അന്നത്തെ കാലത്ത് മതത്തിന്റെ പേരിൽ ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഭാഗിച്ചു കൊടുക്കാൻ ഈ രാജ്യത്തിന്റെ സൃഷ്ടാക്കൾ തയ്യാറായി. ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ തയ്യാറായി, ഭരണഘടനാ ശില്പികൾ തയ്യാറായി. ശരി, മതപരമായി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പോയിക്കോളൂ. വീണ്ടും ഗാന്ധിജിത നിരാഹാരം കിടക്കുന്നു. എന്തിന്? പകുതി സമ്പത്ത് കൂടെ കൊടുക്കണം. അവർക്ക് പിടിച്ചു കയറി വരണ്ടേ, ജീവിക്കണ്ടേ? അങ്ങനെ ഭാഗം വാങ്ങിപ്പോയി അവര് മതരാജ്യം സ്ഥാപിച്ചു. പിന്നീട് അതേ മതരാജ്യം തന്നെ ശേഷിക്കുന്ന രാജ്യത്തും സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ശരീഅത്ത് നിയമം വേണ്ടവർക്ക് അങ്ങനെ ആകാമല്ലോ. അവിടെ പോയി ഒരു സമരത്തിനും പോകണ്ട, ഒരു ധർണയ്ക്കും പോകണ്ട, ഒരു പ്രക്ഷോഭവും വേണ്ട, ഒരു അവകാശവാദവും വേണ്ട. കൃത്യമായിട്ട് മതനിയമം അവിടെ നിലനിൽക്കുമല്ലോ. പിന്നെന്താ പ്രശ്നം? ശ്രമിക്കുന്ന ആ അപകടമാണ് ഇന്ന് ഇപ്പോൾ വഖഫ് നിയമത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ വഖഫ് ബോർഡ് നിയമങ്ങളൊക്കെ വന്നു. ഏതെല്ലാം പ്രതിസന്ധികളാണ് ഇതിനകത്തുള്ളത്? ഒന്നാമതായിട്ടുള്ള പ്രശ്നം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ്. അതായത് ഇന്ത്യ പുലർത്തുന്ന മതേതര സ്വഭാവം, ആ മതേതര സ്വഭാവത്തിന് വിരുദ്ധമാണ് ഇന്നത്തെ വഖഫ് ആക്ടിലൂടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. വൺസ് വഖഫ് ഓൾവേസ് വഖഫ്, ഇതാണ് ഇന്നത്തെ വഖഫ് ആക്ടിന്റെ അടിസ്ഥാന പ്രമാണം. ഈ പ്രമാണം എവിടെ നിന്നുള്ളതാണ്? ശരിയത്ത് നിയമത്തിൽ നിന്നുള്ളതാണ്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. അപ്പോൾ ഈ പ്രിൻസിപ്പിള് ഇപ്പോൾ ആരുടെ മേലാണ് അടിച്ചേൽപ്പിക്കുന്നത്? ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാം എന്നായി. സർക്കാരിന്റെ മേൽ അടിച്ചേൽപ്പിക്കാം, വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിക്കാം,
പ്രസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാം. ഇനി വ്യക്തികൾ ആരാകാം, അത് ആരുമാകാം. അത് മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാം, ഹിന്ദുക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാം, ക്രിസ്ത്യാനികളുടെ മേൽ അടിച്ചേൽപ്പിക്കാം. അതാണ് ഇന്നത്തെ ഈ വഖഫ് നിയമത്തിലൂടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. 2, ഒരു സ്ഥലം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായി ആധാരത്തോടു കൂടി, അത് പണം കൊടുത്തോ വാങ്ങി ആധാരത്തോടു കൂടി ഉപയോഗിച്ചിരിക്കുന്നു, കരം കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലം ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്, ക്ലെയിം ചെയ്യാണ്. ഇത് വഖഫാണെന്ന് ഞാൻ ചിന്തിക്കാൻ, റീസൺസ് ടു ബിലീവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. റീസൺസ് ടു ബിലീവ്, ഡോക്യുമെന്റ് ഒന്നും വേണ്ട. അപ്പൊ ഇത് വഖഫിന്റേതാണെന്ന് കാണിക്കാൻ ഡോക്യുമെന്റ് ഒന്നും വേണ്ട. മറിച്ച് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാൻ തന്നെ കാരണമാണ്, ഒരാൾ ഇവിടെ ചോദിച്ചു തെളിവൊന്നും വേണ്ടേന്ന്. ഒരു തെളിവും വേണ്ട, മനസ്സിലായോ? മതി, ആരോ പറഞ്ഞു കേട്ടു, അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സൂചനയുണ്ട്, ഇത് മാത്രം മതി. ഇത് അവിടുത്തെ നീതിയാണ്. ഡോക്യുമെന്റ് ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇത് ഞങ്ങളുടേതാണെന്ന് ക്ലെയിം ചെയ്യാൻ ആർക്കാണ് ഇന്ത്യയിൽ അവകാശമുള്ളത്? അപ്പോ വഖഫ് ബോർഡിന് അങ്ങനെ ഒരു ക്ലെയിം വെക്കാനായിട്ട് എന്താണ് വഖഫ് ബോർഡിന് കൊമ്പുണ്ടോ? അതാണല്ലോ ചോദ്യം. വഖഫ് ബോർഡ് കേരളത്തിൽ, ഇന്ത്യയിലുള്ള സകല പ്രസ്ഥാനങ്ങളെയും പോലെ തന്നെ ഒരു സെക്കുലർ രാഷ്ട്രത്തിലല്ലേ ജീവിക്കുന്നത്. ഇവിടുത്തെ ഭരണഘടന തന്നെയുമല്ല, കോൺഗ്രസ് സർക്കാർ നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഈ വഖഫ് ബോർഡിന് ഏത് പ്രോപ്പർട്ടിയിൽ മേലും, ക്ഷേത്രമാകട്ടെ, അമ്പലമാകട്ടെ, ചർച്ചാകട്ടെ, ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗൃഹമാകട്ടെ, അതല്ല കല്യാണ മണ്ഡപങ്ങളാകട്ടെ, ഏതൊരു സ്വത്തും ഞങ്ങളുടേതാണ് എന്ന് വാദിക്കാൻ, അത് പിടിച്ചെടുക്കാൻ അധികാരമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അൺലിമിറ്റഡ് ആണ് അവർക്ക് നൽകുന്ന അധികാരം. അങ്ങനെ ഒരു നിയമ ഭേദഗതിയാണ് കോൺഗ്രസ് വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ളത്. ഇപ്പൊ അവരത് നിരന്തരം ദുരുപയോഗം ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. അത്തരം ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ് കേന്ദ്രം ഈ നിയമത്തെ ഭേദഗതി ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് വരാൻ തന്നെ കാരണം. ഈ നിയമ ഭേദഗതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് തന്നെ ഏതെങ്കിലും ഒരു വസ്തു അത് വഖഫിന്റെ പ്രോപ്പർട്ടി ആണ് എന്ന് നിശ്ചയിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അധികാരം വെറും വാമൊഴി മാത്രമാണ്. അത് പോരാ. ഈ പുതിയതായി ഭേദഗതി ചെയ്യുന്ന ആക്ടിൽ 40ഓളം ഭേദഗതികളാണ് ഉള്ളത്. അത് നിയമസഭ വെള്ളിയാഴ്ച അംഗീകരിക്കുകയും ചെയ്തു. വഖഫ് ബോർഡിന്റെ അധികാരം നിയന്ത്രിക്കണം, അവരെ ഇങ്ങനെ കയറൂരി വിടരുത്. ഈ വഖഫ് ബോർഡിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയത് തന്നെ ഈ നിയമത്തെ ഇവർ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ എന്റെ ആകട്ടെ, നിങ്ങളുടെ ആകട്ടെ, ഇനി ഒരാളുടേതാകട്ടെ, ആരുടെ പ്രോപ്പർട്ടിയും വഖഫ് ബോർഡിൻ്റെതാണ് എന്ന ഒരു വ്യാജം പറഞ്ഞ് കൊള്ളയടിക്കാനുള്ള ഒരു നിയമം ഈ സ്വതന്ത്ര ജനാധിപത്യ ബഹുസ്വരത നിലനിൽക്കുന്ന രാജ്യത്തിൽ അരങ്ങേറുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ തയ്യാറാകുക, അത്രേ ഉള്ളത്. അനുസരിച്ചല്ല ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ തന്നെ വഖഫ് ബോർഡിന് ക്ലെയിം ഉന്നയിക്കാം എന്ന ഈ നിയമം എങ്ങനെയുണ്ടായി? അത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ ഹനിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ ഭരണഘടനയുണ്ട്, അതുക്കും മേലെ ഒരു ശരീഅത്ത് നിയമം കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യൻ പൗരന്മാരെ മുഴുവനും ഈ ശരീഅത്ത് നിയമത്തിന്റെ കീഴിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, ഈ ഇസ്ലാമിക നിയമത്തിന് കീഴിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഭരണകർത്താക്കളുടെ അനിവാര്യതയാണ്. അച്ഛാ, ഒരു കാര്യം, ഈ ലെജിസ്ലേഷൻ ഉണ്ടാക്കിയ സർക്കാരല്ലേ ശരിക്കും പറയുന്നത് കുറ്റക്കാരൻ പറയുന്നത്? അവർക്ക് തന്നെ സർക്കാർ തോന്നുന്നു ഇതിന് നിയമം നടപ്പാക്കി. അപ്പോൾ ഇതിന് ശരിക്കും കുറ്റക്കാരെന്ന് പറയുന്നത് സർക്കാർ തന്നെ. ഒരു സംശയമില്ല. അതായത് 1995 വഖഫ് ആക്ട് കൊണ്ടുവരുന്നത്. വഖഫ് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് 1954 നെഹ്റു ഗവൺമെന്റാണ്. പക്ഷേ അത് ഗുരുതരമാക്കിയത് അത് ശരി തന്നെയാണ്. അതായത് വഖഫ് എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ ദൈവസങ്കല്പത്തിന് ഇത് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ദൈവസങ്കല്പത്തിനുള്ളതാണ്. അത് മനസ്സിലാക്കാം, അത്രയും നമുക്ക് മനസ്സിലാക്കാം. അതാണ് 1954 നെഹ്റു വിഭാവനം ചെയ്ത്, അത്രയേ ഉള്ളൂ. പക്ഷെ 1995 നരസിംഹറാവു ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ 5 മാസം മാത്രം ബാക്കി നിൽക്കെ, അതായത് ഇലക്ഷനെ നേരിടുന്നതിന് തൊട്ടു മുൻപ് വഖഫ് ആക്ട് നടപ്പിലാക്കി. ആ വഖഫ് ആക്ടിലൂടെ എന്ത് പറഞ്ഞു വെച്ചു? ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു. മതേതരത്വത്തിന് തുരങ്കം വയ്ക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇനി അതുകൊണ്ട് കോൺഗ്രസ് സർക്കാർ, അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഗുരുതരമായി പഠിക്കേണ്ടത് എന്താ? ഇപ്പൊ എല്ലാവരും പഠിക്കുന്നത് മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി ബില്ലിനെയാണ്. അതവിടെ നിൽക്കട്ടെ, അത് പഠിക്കണം തീർച്ചയായിട്ടും. പക്ഷെ അതിനേക്കാൾ മുൻപേ ഇവിടെയുള്ള സകലരും പഠിക്കേണ്ടത്
വഖഫ് ആക്ട് എന്താണെന്നാണ്. വഖഫ് ആക്ടിലെ ഓരോ നിയമങ്ങളെയും ഇടകീറി പഠിച്ചിട്ട് ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്ന് ആദ്യം പറയട്ടെ. 2013 കൂടുതൽ ഗുരുതരമാക്കി മാറ്റിയ ആ ഭേദഗതികൾ എന്താണ്? അത് 1995 ഇങ്ങനെ വഖഫ് ആണെന്ന് തോന്നിയാൽ അവർക്ക് റീസൺസ് ടു ബിലീവ്, അവർക്കാണ് ക്ലെയിം ചെയ്യാം, അവർക്ക് അത് എൻലിസ്റ്റ് ചെയ്യാം, അവരുടെ പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റിലേക്ക് ഇത് അങ്ങോട്ട് പെടുത്താം. ഇനി അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കേണ്ടത് ആരാ? ഇതിന്റെ ഉടമസ്ഥരാരാണോ അവരാണ്. ഇനി അവരത് തെളിയിക്കാൻ പോകേണ്ടത് എങ്ങോട്ടാണ്? അത് മുസ്ലിങ്ങൾ മാത്രമല്ല. അതായത് ഇപ്പൊ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ സ്വത്ത് ഇത് വഖഫിന്റേതാണ് എന്ന് വഖഫ് ബോർഡ് അവകാശവാദവുമായി മുന്നോട്ട് വന്നാൽ, അല്ല ഇത് എന്റേതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ വ്യക്തി പോകേണ്ടത് എങ്ങോട്ടാ? വഖഫ് ബോർഡിലേക്ക് തന്നെയാണ്. എങ്ങനെയുണ്ട്? ഒരു കോളേജ് പ്രിൻസിപ്പൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചാൽ പരാതിയുമായിട്ട് ചെല്ലേണ്ടത് ഈ കോളേജ് പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് തന്നെയാണ്. പിന്നീട് അവരവിടെ താമസിക്കണോ വേണ്ടയോ എന്ന് വഖഫ് ബോർഡ് തീരുമാനിക്കും. കാരണം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ മാതാപിതാക്കളോ അതിനു മുമ്പുള്ളവരോ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സമ്പത്ത് അത് വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് വഖഫ് ബോർഡ് വെറും ഒരു വാമൊഴിയായി മാത്രം പറയുന്നു. അപ്പോൾ തന്നെ ഇവരെ എല്ലാം വിട്ടിവർക്ക് ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള നിയമം ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇതുവരെ നിലവിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയും? അതിനെ എതിർക്കണ്ടേ? ഇസ്ലാമിക താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ആയിട്ടുള്ള വഖഫ് ട്രൈബ്യൂണലിന്റെ അടുത്തേക്കാണ്. ഇത് ഇന്ത്യയിൽ എങ്ങനെ സാധിക്കുന്നു? അതാണ് ഒരു ക്രിസ്ത്യാനിയായ ഞാൻ വർഷങ്ങളായിട്ടുള്ള എന്റെ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ വഖഫ് ബോർഡ് ക്ലെയിം വെച്ചിരിക്കുന്നു. ഒറ്റയടിക്കൊണ്ട് പറയാണ് ഇത് വഖഫ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇത് വഖഫിന്റേതല്ല എന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെന്റായി ഞാൻ എന്റെ കോടതി പോയാൽ പോരാ. എന്റെ ഇവിടെയുള്ള മതേതര ഭാരതത്തിലെ ഇവിടെയുള്ള ഒരു മുനിസിപ്പൽ കോടതിയിലോ മറ്റോ പോയാൽ പറ്റില്ല. ഞാൻ പോകേണ്ടത് എങ്ങോട്ടേക്കാണ്? വഖഫ് ട്രിബ്യൂണലിലേക്കാണ്. അവിടെ ആരാ ഉള്ളത്? ഈ മുസ്ലിം ആളുകൾ മാത്രമാണ്. ക്രിസ്ത്യാനിയായ ഞാൻ എന്റെ സ്ഥലത്തെക്കുറിച്ചും വീടിനെ കുറിച്ചുള്ള ഒരു പ്രശ്നത്തിൽ പ്രതിസന്ധിയിൽ ഞാൻ പോയി കേഴേണ്ടത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ട്രൈബ്യൂണലിന് മുന്നിലാണ്. ഇത് എങ്ങനെ ഒരു മതേതര രാഷ്ട്രത്തിൽ എങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി ജനങ്ങൾക്കു വേണ്ടി ഭരിക്കുന്ന ഒരു രാജ്യത്ത് കൃത്യമായ രൂപത്തിൽ നിയമം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് എന്റെ സ്വത്താണ് എന്ന് തെളിയിക്കാൻ വഖഫ് ബോർഡിന്റെ മുമ്പിൽ പോകണം. ഇസ്ലാമിക ശരീഅത്ത് കോടതിയെ ഞാൻ ആശ്രയിക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ പൗരന്റെയും തലയിലേക്ക് ഈ ഇസ്ലാമിക നിയമത്തെ അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. ഇനി അത് മാത്രമല്ല, അവിടെ എന്റെ ക്ലെയിം അവർക്ക് സ്വീകാര്യമല്ല. മിക്കവാറും അങ്ങനെ സംഭവിക്കുള്ളൂ. സ്വീകാര്യമല്ല. എനിക്ക് അതിൽ പിന്നെ അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും എനിക്ക് അതിനോട് വിയോജിപ്പാണ് ഉണ്ടെങ്കിൽ എനിക്ക് ഹൈക്കോടതിയിൽ പോകാം. പക്ഷെ ഹൈക്കോർട്ടും നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചല്ലേ വിധി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ലെജിസ്ലേഷൻ, ഭരണഘടനാ വിരുദ്ധമായ ഒരു ലെജിസ്ലേഷൻ മതേതര രാഷ്ട്രത്തിൽ ഒരു മതരാഷ്ട്രത്തിന്റെ ശരീഅത്ത് നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ലെജിസ്ലേഷൻ നടത്തി വെച്ചിരിക്കുന്നു. ആ ലെജിസ്ലേഷൻ അനുസരിച്ച് കോടതി വിധി പറയുന്നു. ഇവിടെയാണ് ഈ കാര്യങ്ങളുള്ള പ്രശ്നം. ഇനി 2013 പ്രശ്നം എന്താ? അതുവരെ എൻക്രോച്ചേഴ്സ് എന്ന രീതിയിൽ, കടന്നുകയറ്റക്കാർ എന്ന രീതിയിൽ ആ ഉടമസ്ഥനെ കരുതുമായിരുന്നില്ല. പക്ഷെ 2013 വന്നപ്പോൾ എൻക്രോച്ചേഴ്സ് ആയി മാറി. അപ്പോ ഉടനെ എൻക്രോച്ച് ചെയ്തവർ എന്ന ടൈറ്റിലാണ്. ഇതുവരെ നമ്മൾ അധ്വാനിച്ച് നമ്മളുടേതാണ് എന്ന രൂപത്തിൽ നമ്മൾ അനുഭവിച്ചു വന്ന വസ്തുവകകൾ വഖഫിന്റേതാണ് എന്ന് വഖഫ് പറഞ്ഞതു മുതൽ നമ്മൾ ഇതിനകത്ത് ആരായി? കുടിയേറിയ ആളുകളായി. നമ്മളത് അനധികൃതമായി അനുഭവിച്ചു വരുന്ന ആളുകളുടെ ലിസ്റ്റിലായി. ബോർഡ് ഒരു പ്രോപ്പർട്ടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് കൊടുക്കുന്ന ടൈറ്റിലാണ് എൻക്രോച്ചർ. ഇനി എവിക്ഷൻ, കുടിയൊഴിപ്പിക്കാനുള്ള അവകാശവും വഖഫ് ബോർഡിനുണ്ട് 2013 ബിൽ അനുസരിച്ച്. കാരണം ഇപ്പോ ഞാനോ നിങ്ങളോ താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടി വഖഫിന്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊക്കെ അതിനകത്ത് അനധികൃത കുടിയേറ്റക്കാരാ. നമ്മളെ ഒഴിപ്പിക്കാനുള്ള റൈറ്റ്സ് വഖഫ് ബോർഡിനുണ്ട്. ചെറായിയിലെ വഖഫ് ബോർഡ് ഏറ്റെടുത്ത സ്ഥലത്തെക്കുറിച്ച് കേരള വഖഫ് ബോർഡിന്റെ ചെയർമാൻ സംസാരിക്കുന്നതായി ഇന്ന് ദീപിക പത്രത്തിൽ കണ്ടു. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? ഞങ്ങൾ ആരും കുടിയൊഴിപ്പിക്കാൻ വരുന്നില്ല, നിങ്ങളുടെ ഔദാര്യം ആർക്ക് വേണം? ഇവിടെ മനുഷ്യന് മാന്യമായി ജീവിക്കാൻ അവകാശമുള്ള, സ്വന്തമായി കാശ് കൊടുത്ത് വാങ്ങി പട്ടയത്തോടുകൂടി ഉപയോഗിക്കുന്ന, കരമടച്ച് ഉപയോഗിക്കുന്ന സ്ഥലം, അവിടുന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഔദാര്യം ആർക്ക് വേണം? അതല്ലേ ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാർഗം. നമ്മുടെ ഭൂമിയിൽ
വഖഫ് ബോർഡ് ഒരു അവകാശവാദം ഉന്നയിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൂടെ നിങ്ങൾ അവിടെ നിന്നോട്ടോ എന്ന് പറയാൻ വഖഫ് ബോർഡിന്റെ ഔദാര്യം ആർക്കു വേണമെന്നാണ് ചോദ്യം. കാരണം ഇത് നമ്മളുടേതാണല്ലോ, വഖഫിൻ്റെതാണ് എന്ന് തെളിയിക്കാൻ വഖഫിന് ഒരു തെളിവും അനിവാര്യമില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പറയേണ്ടത് പാകിസ്ഥാനിൽ പോയിട്ടാണ് എന്ന് പറയും. അല്ലെ, വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് സർക്കാർ ചെയ്തു വെച്ച ഈ വഖഫ് നിയമത്തെ അല്ലെങ്കിൽ ലെജിസ്ലേഷനെ ഗൗരവമായിട്ട് നമ്മൾ പഠിച്ച് അതിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തണം. ഇതാണ് ചെയ്യേണ്ടത്. കോൺഗ്രസ് എപ്പോഴും മതപ്രീണനം നടത്തിക്കൊണ്ടാണ്, അതിനെയാണ് ഞാൻ വിളിക്കുന്നത് ട്രപ്പീസ് കളി. ട്രപ്പീസ് കളിയാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. അതായത് ഓർക്കണം, 1986 മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്താണ് ആ ഒരു കോടതി വിധി, സുപ്രീം കോടതി വിധി വന്നല്ലോ. സുപ്രീം കോടതി വിധി ഷബാനു ബീഗം കേസ്, ഷബാനു ബീഗം 1985-86 കേസിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനം അന്യായമായി. ഷബാനു ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീ 4 മക്കളുണ്ട്, 4 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അത്രയും മക്കളുണ്ട്. ഭർത്താവാണ് മുഹമ്മദ് അഹമ്മദ് ഖാൻ. അയാൾക്ക് പെട്ടെന്ന് ഒരു കിളിന്ത് പെണ്ണിനെ കണ്ട, അയാൾ അഡ്വക്കേറ്റ് കൂടിയാണ്. ഒരു കിളിന്ത് പെണ്ണിനെ കണ്ടപ്പോൾ ഷാബാനുവിനെ ഒഴിവാക്കണം, അവളെ കെട്ടണമെന്ന് തോന്നി. അങ്ങനെ ഷാബാനുവിനെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കി. ഷാബാനുവിന് പിന്നീട് ഇദ്ദേഹത്തിൽ നിന്നും ചെലവിന് ലഭിക്കണം, മക്കൾക്കും ചെലവിന് ലഭിക്കണം. അതിനുവേണ്ടി കോടതി കയറി ഇറങ്ങി. ഒടുവിൽ കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടായി. വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട്. വിവാഹമോചനം അങ്ങോട്ട് പറഞ്ഞിട്ട് അവരങ്ങോട്ട് വെറുതെ കൈയൊഴിഞ്ഞു വിടുന്ന ഏർപ്പാടിനെതിരെ ഒരു മുസ്ലിം സ്ത്രീ കേസിന് പോയി. ആ കേസിൽ സുപ്രീം കോടതി വിധിച്ചു അവർക്ക് ചെലവിന് കൊടുക്കണം, ആ ഭർത്താവ് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ സുപ്രീം കോടതി വിധിയെ മറികടക്കാനായി രാജീവ് ഗാന്ധി സർക്കാർ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ലിലൂടെ പറഞ്ഞതാണ് മുസ്ലിം പുരുഷന്മാർക്ക് അതിന് കടമ ഇല്ല, വഖഫ് ബോർഡിൽ നിന്ന് കൊടുത്തോളല്ലോ. കാരണം ഇതുപോലെ ഉള്ള ഏർപ്പാടുകൾ അവിടെ ഉണ്ടല്ലോ, വഖഫ് ബോർഡിൽ നിന്ന് കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി ഞാൻ പറയാം, വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് പറയുമ്പോ, അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി വരുമ്പോ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും സുഖിപ്പിക്കാനും നമ്മുടെ UDF സർക്കാർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ആരോ രാജീവ് ഗാന്ധി സർക്കാരിന് നല്ല രൂപത്തിൽ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? മതപരമായി എന്തെങ്കിലും കൊടുത്താൽ മതി എന്നങ്ങ് എഴുതി ചേർത്തോ നിയമ ഭേദഗതിയില്. ശരി, വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് മതപരമായി എന്തെങ്കിലും നൽകിയാൽ മതി. മതപരമായി നൽകിയാൽ മതി എന്ന് പറയുമ്പോൾ മതമാരാ തീരുമാനിക്കേണ്ടത്? റസൂൽ മുഹമ്മദ് നബി. മുഹമ്മദ് നബി വിവാഹമുക്തയായ സ്ത്രീക്ക് നൽകിയത് ഒരു കഷ്ണം തുണിയാണ്, ഉറുമാൽ. കണ്ണീര് തുടയ്ക്കാൻ ഒരു കഷ്ണം തുണി വേണ്ടേ? അപ്പോ അങ്ങനെ നൽകിയാൽ മതി. അങ്ങനെ വരെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ നമ്മുടെ ഗണ്ഡി സർക്കാർ തയ്യാറായി. പുരുഷന്മാരെ പ്രീണിപ്പിക്കാനും മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തെ ഹനിക്കാനും സുപ്രീം കോടതി വിധിയെപ്പോലും അതിജീവിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി സർക്കാർ നടത്തിയ ആ ബില്ല് പാസാക്കൽ, അതാണ് നമ്പർ 1 ചാട്ടം, ട്രപ്പീസുകളിൽ ഒന്നാമത്തത്. അതിൽ മുസ്ലിങ്ങൾ തന്നെയും ഖിന്നരായിരുന്നു. രാജീവ് ഗാന്ധി സർക്കാരിൽ ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മുഹമ്മദ് ആരിഫ് ഖാൻ. ആരദ്ദേഹം? ഇന്നത്തെ കേരളത്തിലെ ഗവർണറുടെ പേരാണിത്. അദ്ദേഹം കോൺഗ്രസ് സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഈ ഒരൊറ്റ ബിൽ, മതേതരത്വത്തിന് നിരക്കാത്ത ഈ ബില്ലിന്റെ പേരിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞ താഴേക്ക് വന്നയാളാണ്, കോൺഗ്രസ് വിട്ട് പോയാളാണ്. അങ്ങനെയാണ് അദ്ദേഹം BJP പ്രവേശിച്ചത്. നോക്കണം. ഇനി അടുത്ത ട്രപ്പീസുകളിൽ എന്താ സംഭവിച്ചത്? അടുത്ത ട്രപ്പീസുകളിൽ ഈ ഒരു പ്രശ്നം, അങ്ങനെ മുസ്ലിം പ്രീണനം നടത്തി കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഒരു ചാട്ടം ചാടി. എങ്ങോട്ടേക്ക്? ഹിന്ദു മതരാഷ്ട്ര കൺസെപ്റ്റ്, അതിനെ പ്രീണിപ്പിക്കാൻ. അവിടെയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. അയോധ്യ പിടിച്ചടക്കാനായി അന്ന് നടത്തിയ ആ രഥയാത്രയെ തടയാൻ നരസിംഹറാവു ശ്രമിച്ചില്ല. കാരണം അവിടെ ബാലൻസ് ചെയ്യാൻ അത് 1992 സംഭവിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് 1995 ട്രപ്പീസുകളിൽ. അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൽ മുസ്ലിങ്ങൾക്കുള്ള വലിയ രോഷം. ഒരേ സമയം തന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും മറുഭാഗത്ത് ഹിന്ദുക്കളെയും പ്രീണിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഗണ്ഡി സർക്കാർ സ്വീകരിച്ചത്. ഒരു ഭാഗത്ത് ബാബരിയാണ് വേണ്ടത്, മറുഭാഗത്ത് രാമജന്മഭൂമിയാണോ വേണ്ടത്? ശരിയെന്നാ ഒരു ഭാഗത്ത് നിങ്ങൾ നമസ്കരിച്ചോ, മറുഭാഗത്ത് വിഗ്രഹങ്ങളെ പറക്കി പുഴയിലെറിയുന്ന ഒരു രീതി. അദ്ദേഹം തന്നെ പറയട്ടെ. ആ രോഷത്തെ തണുപ്പിക്കാൻ വേണ്ടിയാണ് നരസിംഹറാവു 1995 ഇതുപോലെ പ്രതിലോമകരമായ, ഇതുപോലെ നാശകരമായ ഒരു നിയമം, വഖഫ് ആക്ട് കൊണ്ടുവന്നത്.
അപ്പോൾ ഇത് നമ്മൾ കാണുന്ന കാര്യമാണ്. ഇങ്ങനെ കോൺഗ്രസിന്റെ ദീർഘനാൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ മതേതരത്വം മറന്നുള്ള മതപ്രീണന ട്രപ്പീസ് കളികളാണ് അവസാനം വഖഫ് നിയമത്തിൽ എത്തി നിന്നിട്ടുള്ളത്. 2013 മൻമോഹൻ സിംഗും അതേ കളി കളിച്ചു. 2013 അങ്ങനെ യഥാർത്ഥ ഉടമകൾ എൻക്രോച്ചേഴ്സ് ആയി. അവരെ കുടിയൊഴിപ്പിക്കാൻ വഖഫ് ബോർഡിന് അധികാരവും ആയി. ചെറായി മുനമ്പം വിഷയം എന്ന് പറയുന്നത് 404 ഏക്കറിന് മേലാണ് വഖഫിന്റെ അവകാശവാദം. അതിലിപ്പോൾ നിലവിലുള്ളത് 114 ഏക്കറാണ്. 114 ഏക്കറിൽ 60 ഏക്കർ വെള്ളമാണ്. ഇങ്ങനെയുള്ള അവിടെ 450ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതിൽ 350ഓളം കത്തോലിക്ക കുടുംബങ്ങളാണ്. ലത്തീൻ കത്തോലിക്കര്, മുക്കുവര്, പാവപ്പെട്ട മനുഷ്യര് അവിടെ താമസിക്കുന്നുണ്ട്. 100ഓളം ഹൈന്ദവ കുടുംബങ്ങൾ. ഇതാണ് ചെറായി മുനമ്പം പ്രദേശത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ ഇപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്ന 2019 വഖഫ് ക്ലെയിം ഉന്നയിച്ചത്. 2022 മുതൽ ഇവരെ ബ്ലോക്കായി. അതായത് വില്ലേജ് ഓഫീസിലൊന്നും ഇവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിമും അല്ല. അതായത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, കരമടക്കാൻ പറ്റില്ല, ഇത് അവർക്ക് ബാങ്കിൽ വയ്ക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടിരിക്കുകയാണ് അവർ. ഇതിന് എന്താണ് പോംവഴി? ഇവർ ഇങ്ങനെ ആയിരിക്കുന്നത് വഖഫ് ബോർഡ് എന്തെങ്കിലും അന്യായമായി ചെയ്തു എന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവിടെ ക്ലെയിം ഉണ്ട്, വഖഫ് ബോർഡ് അന്യായമായി ചെയ്തു. ഞാൻ പറയുന്നു അങ്ങനെയല്ല. വഖഫ് ബോർഡ് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ നടത്തിക്കൊടുത്ത ലെജിസ്ലേഷൻ, ആ നിയമം അവരങ്ങോട്ട് പ്രയോഗിച്ചു. അതാണ് കോൺഗ്രസുകാർ അൺലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ അവകാശങ്ങളും നൽകി വഖഫ് ബോർഡിന് കൊടുത്ത നിയമങ്ങൾ അവരെടുത്ത് പ്രയോഗിച്ചപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അതോടെ ഹിന്ദുക്കൾക്കും കാര്യം ബോധ്യപ്പെട്ടു, ക്രിസ്ത്യാനികൾക്കും കാര്യം ബോധ്യപ്പെട്ടു. ഇതുപോലെ അവർ പച്ചയ്ക്ക് അങ്ങ് തുറന്നു പറയാൻ തുടങ്ങി. നമസ്കാരം. ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ വിശ്വസിക്കുന്ന പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും തുല്യ അവകാശവും തുല്യനീതിയും ലഭ്യമാക്കേണ്ടതുണ്ട്. അധികാരത്തിന്റെ ധാർഷ്ട്യമല്ല, മറ്റ് മതസ്ഥരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ ആസൂത്രിതമായി പിടിച്ചെടുക്കുന്ന ദുഷിച്ച പ്രവണതയുമായി വഖഫ് ബോർഡ് വീണ്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ബീഹാറിലെ പാട്നയ്ക്ക് സമീപം 95% ഹിന്ദു കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗോവിന്ദ്പൂർ വില്ലേജിലെ ഫതുഹ ഗ്രാമത്തിലാണ് 7ഓളം ഹൈന്ദവ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ബീഹാറിലെ സുന്നി വഖഫ് ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ചെറായിലും മുനമ്പത്തും ക്രൈസ്തവ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്വകാര്യ ഭൂമിയിൽ കണ്ണുവെച്ച് വഖഫ് ബോർഡ് ഇപ്പോൾ അതിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഇടപെടലുകൾ വലിയ വിവാദമായിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പിൻതലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിയാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ 400-ലധികം ഏക്കർ സ്ഥലത്തേക്കാണ് വഖഫ് ബോർഡ് കണ്ണു നട്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ എറണാകുളത്തെ ചെറായിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 തമിഴ്നാട്ടിൽ ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമമായ തിരുച്ചെന്തുരയും ഒപ്പം ട്രിച്ചി ജില്ലയിലെ 7 ഗ്രാമങ്ങളും ഇത്തരത്തിൽ ആസൂത്രിതമായി അവകാശം ഉന്നയിച്ച വഖഫ് ബോർഡ് പാട്നയിലും അത്തരം നീക്കങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ട്രിച്ചിക്ക് സമീപം ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമമായ തിരുച്ചെന്തുറൈ ഗ്രാമം വഖഫ് ബോർഡ് കയ്യേറി എന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. അന്ന് രാജഗോപാൽ എന്ന വ്യക്തി തന്റെ 1 ഏക്കർ ഭൂമി വിൽക്കാൻ ശ്രമിച്ചതോടെയാണ് വഖഫ് ബോർഡിന്റെ നിഗൂഢമായ ചതി അന്ന് പുറത്തായത്. തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രം തങ്ങളുടേതാണെന്ന് പോലും വഖഫ് ബോർഡ് അവകാശപ്പെട്ടതായി ഗ്രാമവാസികൾ ആരോപിച്ചിരുന്നു. ഏതാണ്ട് 1500 കൊല്ലങ്ങളായി ഒരു മുസ്ലിം പോലും ഇല്ലാത്ത തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം മുഴുവനും വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നു. ഒരു വ്യക്തി അവരുടെ മുതൽ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് വഖഫിൻ്റെതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നപ്പോൾ ചങ്കിടിച്ച് പാവങ്ങൾ അവരെല്ലാവരും ഒരുമിച്ചു. അങ്ങനെയാണ് ഇത് മാധ്യമ ശ്രദ്ധയിലെത്തുന്നതും കോടതികളിലെത്തുന്നതും. സമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും വഖഫ് ബോർഡ് ഭൂമി കയ്യേറ്റത്തിന് തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പോലെ പാട്നയിലെ ഈ ഗ്രാമത്തിലും ഭൂരിപക്ഷവും ഹൈന്ദവരാണ് താമസിക്കുന്നത്. ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്നും 5 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടെ വിട്ട് ഒഴിഞ്ഞു പോകണമെന്നും ഉറുദുവിൽ എഴുതിയ നോട്ടീസാണ് ഫതുഹ നിവാസികളായ 7 വീട്ടുകാർക്ക് വഖഫ് ബോർഡ് നൽകിയത്. പ്രസ്തുത സ്ഥലത്ത് ഉറുദുവിൽ എഴുതിയ ബോർഡും വഖഫ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ കേസ് പാട്ന ഹൈക്കോടതിയിൽ എത്തിയതോടെ സുന്നി വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾക്ക് അടിസ്ഥാനം ഒന്നുമില്ലെന്ന് കണ്ടെത്തിയതോടെ പ്രസ്തുത താമസക്കാരെ അവിടെ തന്നെ കാരണം UDF ഉപകാര സ്മരണയ്ക്ക് ഉദാരമായിട്ടങ്ങ് നൽകി വേണ്ടി വന്നാൽ ഈ സ്വതന്ത്ര ഭാരതവും കൂടി എഴുതി കൊടുക്കുമായിരുന്നു. എഴുതി കൊടുത്തോന്നറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഭാരതവും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ യഥേഷ്ടം ആ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുകയും ഇന്ത്യ മുഴുവനും പിടിച്ചടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന് ഒരു തെളിവും വേണ്ട, ഇത് ഞങ്ങളുടേതാണ്.
പിന്നീട് ആ മനുഷ്യന്മാരാണ് ചങ്ക് പൊട്ടി അല്ല ഇത് എന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവരുടേതാണ്. എന്തൊരു ദുർഗതിയാണെന്ന് നോക്കിക്കേ ഈ ജനാധിപത്യ ഭാരതത്തില്. കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമി ബോർഡിന്റേതാണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു ചെറിയ തെളിവ് പോലും വഖഫ് ബോർഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. 1908 മുതൽ തങ്ങളുടെ പൂർവികർ ഗോവിന്ദ്പൂർ ഫതുവ ഗ്രാമത്തിൽ താമസിക്കുകയാണെന്നും തങ്ങളുടെ കൈവശം അതിന്റെ വ്യക്തമായ രേഖകൾ ഉണ്ടെന്നും പ്രസ്തുത വീട്ടുകാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഈ ദേശത്ത് സുന്നി വഖഫ് ബോർഡ് ശക്തമായതിനാൽ ഏത് വിധേനയും ഗ്രാമവാസികളെ കുടിയൊഴിപ്പിക്കുവാനുള്ള കുടില തന്ത്രങ്ങളാണ് അവർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിന് പരിധികളില്ലാത്ത അധികാരമുണ്ടെന്നും അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഗുരുതരമായ പരിണത ഫലങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞ് അത്ര വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത പാവങ്ങളെ അവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവിടെ ഭൂമിയുടെ അവകാശത്തെക്കുറിച്ച് ഗ്രാമവാസികൾ തെളിവ് ചോദിച്ചപ്പോൾ ഗ്രാമവാസികൾക്ക് അജ്ഞാതമായ ഉറുദു ഭാഷയിലെ പേപ്പറുകൾ കാണിച്ച് അവരെ വിരട്ടാനായിരുന്നു ബോർഡ് ശ്രമിച്ചതെന്നും ഗ്രാമവാസികൾ ആരോപിക്കുകയുണ്ടായി. ഉറുദുവിൽ എഴുതിയ പേപ്പർ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് അതിന് ബോർഡ് വിസമ്മതിച്ചതോടെയാണ് ഗ്രാമവാസികൾ പാട്ന ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ ഈ വിവാദങ്ങളുടെ എല്ലാം പിന്നിൽ ഗ്രാമത്തിന്റെ പിൻഭാഗത്ത് നിർമ്മിച്ച ഈദ്ഗാഹാണ് എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിനെ ഇഷ്ടപ്പെടുന്ന ഭൂമി സ്വന്തമാക്കാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്ക് തടയിടാൻ കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതിന്റെ ഇടയിൽ ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കൊടും ചതിക്കെതിരെ ശക്തമായ ജാഗ്രതയാണ് തുടരേണ്ടിയിരിക്കുന്നത്. ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയാണ് വേണ്ടത്. കാരണം വഖഫ് ഏതൊരു ഭൂമിയിലാണോ കണ്ണു നട്ടിരിക്കുന്നത് അത് പിടിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതേതുവരെയാണ്? മുകേഷ് അംബാനിയുടെ വീട് വരെ എത്തി നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, നിങ്ങൾ ഇട്ടിരിക്കുന്ന അടിവസ്ത്രം വരെ നാളെ വഖഫ് അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് പ്രതികരിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇനിയും അതല്ല, വഖഫ് ബോർഡിന്റെ ഈ സ്വതന്ത്രമായ അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരത്തെ തടയിട്ട് ഈ നിയമം ഭേദഗതി ചെയ്താൽ ഇന്ത്യയിൽ മറ്റൊരു വിഭജനം കൂടി ഉണ്ടാകുമെന്ന് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റാഷിദി മുന്നറിയിപ്പ് നൽകുന്നു. മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി അവരുടെ അവകാശങ്ങൾക്കായി പോരാടുമെന്നാണ് റാഷിദിയുടെ ഭീഷണി. രാമക്ഷേത്രത്തിന് ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രവും ഗ്യാൻവാപി പള്ളിയും ശ്രീകൃഷ്ണ ജന്മഭൂമിയും ക്ഷേത്രവും മധുരയിലെ ഈദ്ഗാഹും അവർ കണ്ടെത്തി. ഇനി മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി ഭരണഘടനാപരമായി അവരുടെ അവകാശങ്ങൾക്കായി പോരാടും. വഖഫ് ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമായി സർക്കാർ അനുവദിച്ചത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ നിശബ്ദരാണ്. ഞങ്ങളുടെ സ്വത്തിന്റെ ഒരു പ്രധാന ഭാഗം സംസ്ഥാന ഫെഡറൽ ഗവൺമെന്റുകളുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും റാഷിദി പറഞ്ഞു. മുമ്പും രാജ്യത്തെ ഹിന്ദുക്കൾക്കും സർക്കാരിനുമെതിരെ മൗലാന സാജിദ് റാഷിദി ആക്രമണ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. സ്വകാര്യ മദ്രസകളെ തൊടാൻ സർക്കാർ തുനിഞ്ഞാൽ ഇന്ത്യ കത്തിക്കുമെന്നാണ് 2022 റാഷിദി ഭീഷണി മുഴക്കിയത്. സംസ്ഥാനത്തെ മദ്രസകൾ നവീകരിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു അന്ന് അദ്ദേഹം ഭീഷണി മുഴക്കിയത്. 2020 ഓഗസ്റ്റിൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചതിന് റാഷിദിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യ സ്വത്ത് പിടിച്ചെടുക്കാൻ നടത്തുന്ന ഈ രൂപത്തിലുള്ള കൊള്ളയടിയെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏതാണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവരെല്ലാ കാലത്തും ആരാന്റേത് അടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് ഇപ്പോഴും അവർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിടിച്ചെടുത്ത് മറ്റൊരാളിൻ്റെത് അപഹരിച്ച് അത് അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ഗതികേട് പടച്ചോനുണ്ട്. പടച്ചോൻ എത്രയോ സമ്പന്നനല്ലേ. പടച്ചോൻ വിചാരിച്ചാൽ ഈ ഭൂമിയൊക്കെ തന്നെയും എന്തിന് ഈ ലോകം മുഴുവനും കൈവിരൽ തുമ്പിലിട്ട് സുദർശന ചക്രം കറക്കുന്ന ലാഘവത്തോടുകൂടി കറക്കാൻ ശേഷിയുള്ള പടച്ച റബ്ബിനെ നിങ്ങൾ എന്തിനാണ് നിസാരനായി കണക്കാക്കുന്നത്? പടച്ചോനെ ഒരു കഴിവുമില്ലാത്തവനായി കണക്കാക്കി ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ഭൂമി പിടിച്ചെടുത്ത് അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ഗതികേട് എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ കൊള്ളയടി ഏതാണ്ട് അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് കൃത്യമായി അതിനെതിരെ പ്രതികരിക്കുന്നുമുണ്ട്. വളരെ സന്തോഷം.
മുഹമ്മദ് തഴവ അയ്യൂബ് മൗലവി പ്രവാചകനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഇപ്പോൾ ലൈവ് നടക്കുന്നുണ്ട്, അവിടെ പോയി മറുപടി വേണം. നിങ്ങൾ പോയി മറുപടി കൊടുക്കണം. എന്നാ നിങ്ങൾക്ക് പറ്റില്ലേ? നിങ്ങളീ മറുപടി കൊടുക്ക. അജിത് കുമാർ, താങ്ക് യു. ബിജു, ഈ നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ച സർക്കാരിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും. കോൺഗ്രസ് എന്താണ് ഇതുവരെ ഈ രാജ്യത്തിരുന്ന് ചെയ്തത് എന്ന് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ന് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ധൈര്യം വന്നു. ഇത്തരം കൊള്ളയടിക്കും പിടിച്ചടക്കലുകൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കണമെന്ന് മാത്രമല്ല, സ്വന്തം ജനതയെ ബോധവൽക്കരണം ചെയ്യാൻ കൂടി അവർ സശ്രദ്ധ മുന്നോട്ട് വരുന്നത് സന്തോഷകരമാണ്. എല്ലാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരേപോലെ തന്നെ ഇതിനെ ശക്തമായി അപലപിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ലൂമിയ, ഹിസ്ബുള്ളയുടെ ഹിസ്ബോൾ ഇല്ലാതായി. നല്ലത്. ഇരുമ്പ് ജെട്ടി ഇടാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. അവിടെ എത്തിയപ്പോഴേക്ക് ഹൂറികളൊക്കെ ഓടിച്ചു വിട്ടു എന്നാണ് കേട്ടത്. കാരണം ഇത്രയും കാലം മുത്തിനകത്തും ചിപ്പിക്കകത്തുമൊക്കെ കാത്തിരുന്നത് തന്നെ ഈ ഒരൊറ്റ സാധനത്തിന് വേണ്ടിയാണ്. കല്യാണ സാധനം തകർന്നിട്ട് ഇവന്മാരോട് പോയിട്ട് എന്തോ ഉണ്ടാക്കാനാ? ഒരു കാര്യമില്ല. ഡേവിഡ്, ജിഹാദികൾക്ക് കരയണ്ടേ? അവർ കരഞ്ഞോട്ടെ, അവർക്ക് കരയാനെങ്കിലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.